السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, എല്ലാവരിലും അള്ളാഹുവിന്റെ രക്ഷയും കരുണയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂറത്ത് കഹ്ഫിലെ 26-ാമത്തെ ആയത്തിനെയാണ് വിശദീകരിച്ചത്. ഖുലില്ലാഹു അഅ്ലമു ബിമാ ലബിസൂ ലഹു ഗൈബുസ് സമാവാതി വൽ അർദി അബ്സുർ ബിഹി വഅസ്മിഅ മാ ലഹും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ വലാ യുശ്രികു ഫീ ഹുക്മിഹി അഹദ. അപ്പൊ അവിടെ ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ ചർച്ചാ വിഷയം അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയാൻ ആവശ്യപ്പെടുന്ന ചില വിഷയങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പരാമർശിച്ചത്. ആ ആയത്ത് അവസാനിക്കുന്നത് മാ ലഹും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ വലാ യുശ്രികു ഫീ ഹുക്മിഹി അഹദ. മാ ലഹും അവർക്കില്ല, മിൻ ദൂനിഹി അള്ളാഹുവിനെ കൂടാതെ, മിൻ വലിയ്യിൻ ഒരു രക്ഷാധികാരിയുമില്ല, വലാ യുശ്രികു ഫീ ഹുക്മിഹി അതുപോലെ തന്നെ അള്ളാഹു അവന്റെ തീരുമാനാധികാരത്തിൽ ആർക്കും പങ്കാളിത്തം നൽകുകയുമില്ല. ഈ ആയത്തിന്റെ അവസാന ഭാഗത്തെ ഈ രണ്ട് വിഷയങ്ങൾ വളരെ ശ്രദ്ധേയമായ ചില സന്ദേശങ്ങളാണ് നമുക്ക് നൽകുന്നത്. അഥവാ ഇതുവരെ ഒരു സത്യവിശ്വാസി സമൂഹത്തിന്റെ ജീവിതഘട്ടങ്ങളെ, ഗുഹാമുഖത്ത് അവര് കഴിച്ചുകൂട്ടിയ കാലങ്ങളെ, അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളെ, അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം അവരെ എഴുന്നേൽപ്പിക്കുകയും ആ എഴുന്നേൽപ്പിനെ അന്ത്യനാൾ വരേക്കുമുള്ള മനുഷ്യ കുടുംബത്തിന്റെ മുമ്പിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ മരണാനന്തര ജീവിതമെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുമാറുള്ള ഒരു ഇടപെടലായി അള്ളാഹു അതിനെ മാറ്റുകയും അങ്ങനെ ആ സമൂഹത്തിന്റെ ധീരമായ അവരുടെ നിലപാടിനെയും അവരുടെ വിശ്വാസ ദൃഢതയെയും എല്ലാം അള്ളാഹു പരാമർശിച്ച് ബോധ്യപ്പെടുത്തി തന്നതിന് ശേഷം അള്ളാഹു എല്ലാം അറിയുന്നവനാണെന്നും എല്ലാ അദൃശ്യ കാര്യങ്ങളും അള്ളാഹുവിന്റെ മാത്രമാണെന്നും, എന്നിട്ട് അവന്റെ കാഴ്ചയുടെയും കേൾവിയുടെയും മഹാ അദ്ഭുത ലോകത്തെ പരാമർശിക്കുകയും ശേഷം അള്ളാഹു പറയാണ് മാ ലഹും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ, അവർക്ക് രക്ഷാധികാരിയായി അള്ളാഹുവിനെ കൂടാതെ മറ്റൊന്നുമില്ല, മറ്റാരുമില്ല എന്ന് പറയുകയും. അപ്പൊ ആരാണ് വലിയ്യ്? പൊതുവെ അറബി ഭാഷയിൽ വലിയ്യ് എന്ന വാക്ക് യജമാനനും അതുപോലെ തൊഴിലാളിക്കും അല്ലെങ്കിൽ അടിമക്കും ഉപയോഗിക്കും. എന്തുകൊണ്ടാണ് ആ വാക്ക് രണ്ടു കൂട്ടർക്കും ഒരുപോലെ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാല് രണ്ടുപേരും വളരെ അടുത്തു നിൽക്കുന്നു എന്നുള്ളതാണ്. അഥവാ ഒരു യജമാനന് ഒരു ആവശ്യം വന്നാൽ തൻ്റെ വലങ്കൈയായി നിൽക്കുന്ന ആളെ അദ്ദേഹം വിളിക്കുമ്പോൾ അയാൾ പെട്ടെന്ന് ഉത്തരം നൽകും. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ വലങ്കൈയായി നിൽക്കുന്ന ആള് അയാൾക്കൊരു ആവശ്യം വരുമ്പോൾ തന്റെ യജമാനനെ വിളിക്കുമ്പോൾ യജമാനൻ അയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലനിന്നു കൊടുക്കും, അയാൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. അങ്ങനെ രണ്ടു കൂട്ടരും തമ്മിലുള്ള ഒരു അഗാധമായ അടുത്ത ബന്ധത്തെ സൂചിപ്പിക്കുന്ന ശ്രദ്ധേയമായ ഒരു വാക്കാണ് വലിയ്യ് എന്നുള്ളത്. അതുകൊണ്ട് യുത്ലഖു അല സയ്യിദി വയുത്ലഖു അലൽ അബ്ദി എന്നാണ് ആ വാക്കിനെ പണ്ഡിതന്മാര് വിശദീകരിക്കുക. അപ്പൊ വലിയ്യ് എന്ന വാക്ക് കൊണ്ട് അള്ളാഹു അല്ലാതെ മറ്റൊരു വലിയില്ല എന്ന് പറഞ്ഞാല് സഹായിക്കുന്നവനായിട്ട്, വഹുവ നാസിറുഹും മുഹിബ്ബുഹും അവരെ സ്നേഹിക്കുന്നവനായിട്ട്, മുജീബുഹും അവരുടെ ഏതൊരു ആവശ്യങ്ങൾക്കും ഉത്തരം നൽകുന്നവനായി, മുഈനുഹും അവരുടെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കുന്നവൻ എന്നിങ്ങനെയുള്ള
എല്ലാ ശ്രദ്ധേയമായ അർത്ഥങ്ങളെയും ആശയങ്ങളെയും ഉൾച്ചേർത്ത് വെച്ച ഒരു വാക്കാണ് വലിയ എന്നുള്ളത്. അപ്പൊ ഇവിടെ അള്ളാഹു ഈ വാക്കിനെ വലിയ എന്ന അള്ളാഹുവിന്റെ നാമത്തെ അതിനെ ധന്യമാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അത് അസ്ഹാബുൽ കഹ്ഫിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയൊക്കെയാണ് അള്ളാഹു അവരുടെ വലിയായി മാറിയത്. അപ്പോ വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലും ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അള്ളാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ. അള്ളാഹുവിൽ നിർഭയത്വം പ്രാപിക്കുന്നവരുടെ വലിയാണ് അള്ളാഹു വലിയുല്ലദീന ആമനു. അള്ളാഹുവിനെ കീഴ്പ്പെട്ട് അള്ളാഹുവിൽ രൂഢമൂലമായ വിശ്വാസം അർപ്പിക്കുന്നവരുടെ വലിയാണ് അള്ളാഹു. അവരെ അള്ളാഹു യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ, അവരെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്നു. വല്ലദീന കഫറു ഔലിയാഹുമുത് താഗൂത്തു യുഖ്രിജൂനഹും മിനന്നൂരി ഇലദ്ദുലുമാത്. നിഷേധികളുടെ ഔലിയാക്കള് അത് താഗൂത്താണ്, അവരെ വെളിച്ചത്തിൽ നിന്നും ഇരുട്ടിലേക്ക് നയിക്കുകയും ചെയ്യുന്നു എന്ന്. അത് ഈ ആയത്തിനെ നന്നായി വിശദീകരിക്കേണ്ടതാണ്. ഏതായാലും നമ്മുടെ ഇവിടെയുള്ള ചർച്ചയിൽ കൊണ്ടുവരേണ്ടതല്ലാത്തത് കൊണ്ട് നമ്മൾ ആ ഭാഗത്ത് നമ്മൾ ഇപ്പോൾ താൽക്കാലികമായിട്ട് നമ്മൾ ഒഴിവാക്കി വിടുകയാണ്. അത് മറ്റൊരു സ്ഥലത്ത് ഇൻഷാ അല്ലാഹ് നമുക്കത് ചർച്ച ചെയ്യാവുന്നതാണ്. എന്തുകൊണ്ടാണ് അവിടെ ഔലിയ എന്ന് ഉപയോഗിച്ചത്, താവൂത്തി എന്ന വാക്ക് ഉപയോഗിച്ചത്, പിന്നെ അവരെ വെളിച്ചത്തിൽ നിന്നും ഇരുട്ടിലേക്ക് നയിക്കുന്നു എന്ന് പറയുമ്പോൾ അവര് വെളിച്ചത്തിൽ തന്നെ ആയിരുന്നു മുമ്പ്. മറ്റത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇരുട്ടിലായിരുന്നു. അതിലും ഒരു ചർച്ച കൊണ്ടുവരുന്നുണ്ട് അവിടെ. എന്തായാലും ഇവിടെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ ചർച്ചയ്ക്ക് സ്പേസ് ഇല്ലാത്തത് കൊണ്ട് നമ്മളത് ഇപ്പൊ തൽക്കാലം അത് ഒഴിവാക്കുകയാണ്. അപ്പോ ഏതായാലും പിന്നെ അള്ളാഹു മാലഹും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ, അവർക്ക് അള്ളാഹുവിനെ കൂടാതെ ഒരു വലിയില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെയാണ് അള്ളാഹുവിന്റെ വലിയ എന്ന നാമത്തെ അള്ളാഹു ഈ ഒരു മഹാസമൂഹത്തിന് മുമ്പിൽ പ്രകടിപ്പിച്ചതെന്നോ, ഇനി എല്ലാ കാലത്തും ഇവരെ പിന്തുണച്ച് ജീവിതത്തിൽ ഇവരെ പ്രയോഗവൽക്കരിക്കുന്നവർക്ക് അള്ളാഹു എങ്ങനെയാണ് അവരുടെ വലിയായി മാറുക എന്നും അള്ളാഹു ഈ ഒരു ചെറിയ വാക്കിൻ്റെ ഉള്ളിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് ചിന്തിച്ച് വായിക്കുന്നവർക്ക് ബോധ്യപ്പെടും. അള്ളാഹുവിലുള്ള അഗാധമായ വിശ്വാസവും അള്ളാഹുവിനോടുള്ള ത്വാഅത്തിന്റെ പൂർണ്ണ രൂപത്തെയും ഏതൊരു സമൂഹം പ്രകടിപ്പിക്കുന്നവോ അവർക്ക് വലിയായി അള്ളാഹു ഉണ്ടാവും. അവർക്ക് താവൂല വലിയായിട്ടുണ്ടാകുക. പലപ്പോഴും നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ ഭൂമികയിൽ എങ്ങനെയാണ് താവൂത്ത് വലിയായി മാറുന്നത് എന്ന് ഇന്ന് നമ്മൾ റിയലായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ അള്ളാഹുവിൽ ബലമേൽപ്പിക്കുന്ന ഒരു സമൂഹം, അത് അള്ളാഹു തേടുന്നത് പോലെ അള്ളാഹു ആവശ്യപ്പെടുന്നത് പോലെയാണ് അവർ പടച്ച തമ്പുരാനിൽ വിശ്വാസം അർപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായും ഏത് പ്രതിസന്ധിയിലും അള്ളാഹു അവരുടെ വലിയായി, അവരുടെ സഹായിയായി, അവരെ സ്നേഹിക്കുന്നവനായി, അവരുടെ എല്ലാ തേട്ടങ്ങൾക്കും ഉത്തരം നൽകുന്നവനായി, അവരുടെ എല്ലാ പ്രതിസന്ധികളിലും സഹായിയായി നിലകൊള്ളുമെന്ന് അള്ളാഹു നമ്മെയും ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോ താവൂത്തിനെ വലിയായി കാണുന്നവർ നമുക്കിടയിലുണ്ട്. ആ സമൂഹത്തെ ഒറ്റിക്കൊടുക്കുന്നതെന്നും അങ്ങനെ ഇവരിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് അവർ ആനുകൂല്യങ്ങൾ പറ്റുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതെന്നും നമ്മൾക്ക് നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോ അള്ളാഹുവിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിക്കേണ്ടതുണ്ട്. അതിനെല്ലാം തന്നെ കവച്ചു വെക്കുന്ന, അതിനെല്ലാം തന്നെ നിഷ്പ്രഭമാക്കി സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും അതിൻ്റെ എല്ലാ പൂർണ്ണ രൂപത്തിലുള്ള അവസ്ഥയും ഒരുക്കുന്ന സർവശക്തനായ അള്ളാഹുവിൽ പൂർണ്ണമായ വിശ്വാസവും ഈമാനും അതുപോലെ തന്നെ ഇഖ്ലാസും പുലർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും ഈ ഒരു സമൂഹത്തിന് നൽകിയതുപോലെയുള്ള എല്ലാ നല്ല ജീവിതാന്തരീക്ഷവും അള്ളാഹു ഒരുക്കി കൊടുക്കും. ഇത് പറഞ്ഞിട്ടാണ് അള്ളാഹു ഇത് അവസാനിപ്പിക്കുന്നത്. തന്നെയുമല്ല വലാ യുശ്രികു ഫീ ഹുക്മിഹി,
അള്ളാഹുവിന്റെ തീരുമാനാധികാരത്തിൽ അള്ളാഹു ആർക്കും ഒരു പങ്കാളിത്തവും നൽകുകയില്ല. അഹദൻ, ഒരാൾക്കും അള്ളാഹു നൽകുകയില്ല. അപ്പൊ അള്ളാഹു സർവശക്തനാണ്. അള്ളാഹുവിന് അങ്ങനെ ഒരാൾ ആവശ്യമില്ല. ആ രൂപത്തിൽ പടച്ചോനെ മനസ്സിലാക്കാൻ കഴിയണമെന്ന് അള്ളാഹു ഇവിടെയും പറഞ്ഞു വെക്കുകയാണ്. അള്ളാഹു അവന് ഇഷ്ടമുള്ള പോലെ, അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അവൻ കാര്യങ്ങളെ അവൻ ക്രമപ്പെടുത്തുകയും അവന്റെ അധികാര ലോകത്ത് അള്ളാഹു അതിനെ പൂർണ്ണ രൂപത്തിൽ അള്ളാഹു അതിന്റെ എല്ലാ നല്ല അവസ്ഥയെയും അള്ളാഹു ഒരുക്കുകയും ചെയ്യും. ഇപ്പൊ എങ്ങനെയൊക്കെയാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ വിഷയത്തിൽ അള്ളാഹു എങ്ങനെയാണ് തന്റെ തഖ്ദീറിനെയും തദ്ബീറിനെയും അള്ളാഹു പാകപ്പെടുത്തുന്നത് എന്നും അവരിൽ എങ്ങനെയാണ് ഇടപെടുന്നത് എന്നും ഏതെല്ലാം രൂപത്തിലാണ് അവരെയും 350 വർഷം അള്ളാഹു പാകപ്പെടുത്തിയത് എന്നെല്ലാമുള്ള ഒരു മഹാചിന്തയെ ഈ രണ്ട് വാക്കിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് അള്ളാഹു അതിനെ അവസാനിപ്പിക്കുകയാണ്, കൊണ്ടുവരികയാണ്. ഇതാണ് ഈ 26-ാമത്തെ ആയത്തിലെ ശ്രദ്ധേയമായ ഒരു ചിന്താവിഷയം. അതിനുശേഷം അള്ളാഹു 27-ാമത്തെ ആയത്തിലൂടെ മറ്റൊരു വിഷയം അള്ളാഹു നമ്മളോട് പറയാണ്. എന്താണ്? വത്ലു മാ ഊഹിയ ഇലൈക മിൻ കിതാബി റബ്ബിക, നിന്റെ പരിപാലകനായ അള്ളാഹു ആ റബ്ബിൽ നിന്നുള്ള കിതാബിൽ നിന്ന് നിനക്ക് ബോധനം നൽകിയതിനെ നീ ഓതി കേൾപ്പിക്കുക, അല്ലെങ്കിൽ നീ പാരായണം ചെയ്യുക. വത്ലു മാ ഊഹിയ ഇലൈക, നിന്നിലേക്ക് ബോധനം നൽകിയ ഈ ഒന്നിനെ നീ അവർക്ക് ഓതി കേൾപ്പിക്കുക. മിൻ കിതാബി റബ്ബിക, നിന്റെ പരിപാലകനായ നാഥനിൽ നിന്ന്. അവിടെ മിൻ കിതാബി റബ്ബിക, ഇവിടെ 2-3 കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, വത്ലു മാ ഊഹിയ ഇലൈക. അപ്പൊ അവിടെ തലാ യത്ലു എന്ന വാക്കിനെ പല രൂപത്തിൽ വിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ സ്വന്തഷ്ടപ്രകാരം ഒരു കാര്യത്തെ അവതരിപ്പിക്കാനല്ല അള്ളാഹു ഒരു പ്രവാചകനോട് അള്ളാഹു കൽപ്പിക്കുന്നത്. എന്താണ്? നിന്റെ പരിപാലകനായ അള്ളാഹുവിന്റെ വേദത്തിൽ നിന്നും നിനക്ക് ബോധനം നൽകിയതിനെ നീ കേൾപ്പിക്കുക എന്നാണ്. അപ്പൊ അവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതിന് പറയും യഅലം അന്നലക റബ്ബന റഫീഖൻ ബിക, നിന്നോട് ഏറെ കാരുണ്യപൂർവം വർത്തിക്കുന്ന നിന്റെ നാഥനെ നീ അറിയുകയും എന്നിട്ട് അങ്ങനെ ഒരു രക്ഷിതാവുണ്ട് എന്ന് നീ തിരിച്ചറിയുക. യഅലം അന്നലക റബ്ബൻ റഫീഖൻ ബിക, നിന്നോട് ഏറെ കാരുണ്യപൂർവ്വം വർത്തിക്കുന്ന ഒരു നാഥനുണ്ട് എന്ന് നീ അറിയണം. ആ നാഥനിൽ നിന്നും ആ നാഥനിലൂടെ നിനക്ക് നൽകിയ ഗ്രന്ഥത്തിലെ ഈ വഹയിന്റെ ഈ ബോധനത്തിന്റെ വിഷയങ്ങളെ അവർക്ക് നീ ഓതി കേൾപ്പിച്ചു കൊടുക്കുക. അപ്പൊ നിന്റെ സ്വന്തമായിട്ടൊന്നും പറയേണ്ടതില്ല, നിന്നെ ഒരിക്കലും നിന്റെ നാഥൻ കൈവടിയുകയില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? കാരണം നമ്മൾ മേലെ പറയുകയുണ്ടായി, പിന്നെ ഇവർ ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് അറിയാൻ അവർ ചോദിക്കുന്നു. ആ ചോദ്യത്തിന്റെ മുമ്പിൽ നിരക്ഷരനായ പ്രവാചകൻ സ്തബ്ധിച്ചു പോകും, അല്ലെങ്കിൽ നിശബ്ദനായി പോകും, ഉത്തരം മുട്ടിപ്പോകും എന്നെല്ലാണ് ഇവർ മനസ്സിലാക്കുന്നത്. പക്ഷേ അള്ളാഹു പ്രവാചകനോട് ചേർന്ന് നിൽക്കുകയും അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനിലൂടെ ആ ഒരു സമൂഹത്തെ കുറിച്ച് ലോകത്തെ കേൾപ്പിക്കുകയും ചെയ്യാണ്. അതുകൊണ്ടാണ് ഇവിടെ മിൻ കിതാബി റബ്ബിക എന്ന വാക്ക് ഉപയോഗിച്ചത് എന്ന് ഇമാം ഷഅറാബി പറയുന്നുണ്ട്. നിന്നെ കൈവടിയാത്ത, നിന്നെ ഒരിക്കലും വലായ തുറുക്കുക, നിന്നെ ഒരിക്കലും കൈവടിയാത്ത, ഫീ കൈദിഹിം, അവരുടെ തന്ത്രങ്ങളിൽ ഒരിക്കലും നിന്നെ കൈവടിയാതെ നിൽക്കുന്ന നിന്റെ പരിപാലകനിൽ നിന്നും നിനക്ക് ലഭിച്ച ഈ വഹയിന്റെ ഈ ബോധനത്തെ നീ എന്താക്കുക? ഓതി കേൾപ്പിക്കുക എന്ന് അള്ളാഹു ആവശ്യപ്പെടുകയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആനെ ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആവശ്യപ്പെടുന്ന കുറെ ഇടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. വത്ലു അലൈഹിം നബഅ ഇബ്നൈ ആദമ, ആദമിന്റെ 2 മക്കളുടെ വർത്തമാനങ്ങളെ ഇവർക്ക് നീ ഓതി കേൾപ്പിച്ചു കൊടുക്കുക. വൈദാ തുത്ല അലൈഹിം ആയാതുന ബയ്യിനാത്തിൻ, നമ്മുടെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നീ ഓതി കേൾപ്പിച്ചു കൊടുത്താൽ. പിന്നെ മറ്റൊരിടത്ത് പറയുന്നുണ്ട്
അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഞാനിത് നിങ്ങളെ ഓതി കേൾപ്പിക്കില്ലായിരുന്നു. അപ്പൊ ഇവിടെ തെറ്റാത്ത, പിഴക്കാത്ത ഒരു മഹാ ആശയത്തെ, സന്ദേശത്തെ പേടി കൂടാതെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംശയങ്ങൾ കൂടാതെ മനുഷ്യ കുടുംബത്തിന്റെ മുമ്പിൽ നിരക്ഷരനായ ഒരു പ്രവാചകനിലൂടെ അള്ളാഹു അവതരിപ്പിക്കുകയാണ്. അപ്പൊ ഇവിടെ തൻ്റെതല്ല, തന്നിൽ നിന്നുള്ളതല്ല ഇത് എന്ന് അന്ത്യനാൾ വരേക്കുമുള്ള മനുഷ്യരെ നിരന്തരം കേൾപ്പിക്കുകയാണ്. ഒരു പ്രവാചകൻ, അറബിയായ പ്രവാചകൻ, അറബി ഭാഷയിൽ സംസാരിക്കുന്ന പ്രവാചകൻ, ആ ഭാഷയിൽ പിറന്ന വ്യക്തി എന്ന നിലക്കല്ല സംസാരിക്കുന്നത്. ആ അറബി ഭാഷ എന്ന അർത്ഥത്തിൽ നിന്നുകൊണ്ടല്ല ഒരു അറബിയിലായ ഒരു വിഷയത്തെ കേൾപ്പിക്കുന്നത്. മറിച്ച് അള്ളാഹുവിൽ നിന്നുള്ള വഹിയാണ് ഇത് എന്ന ഒരു ബോധത്തിൽ നിന്നാണ് കേൾപ്പിക്കുന്നത്. അപ്പോ തൻ്റെ പക്കൽ നിന്നുള്ള ഒരാശയമല്ല ഇതൊന്നും തന്നെ, ഇതെല്ലാം തന്നെ എൻ്റെ പരിപാലകനായ നാഥനിൽ നിന്നുള്ള വഹിയാണ്, ബോധനമാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി ലോകത്തെ പഠിപ്പിക്കുകയാണ്. തൻ്റെതായ ഇതിലൊന്നുമില്ല. അപ്പൊ നമ്മളിപ്പോൾ നേരത്തെ, അതുകൊണ്ട് നമ്മൾ ഒരു സമൂഹത്തോട് സംസാരിക്കുമ്പോൾ പ്രവാചകന്മാരെ പിൻപറ്റിക്കൊണ്ട് മനുഷ്യ ജീവിതത്തെക്കുറിച്ചും മനുഷ്യനോട് അവന്റെ സൃഷ്ടാവിലേക്കുള്ള മടക്കത്തെക്കുറിച്ചും അവന്റെ ജീവിത പൊരുളിനെ കുറിച്ചും സംസാരിക്കുമ്പോൾ വഹ്യ് കൊണ്ട് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് ഈ ഒരു വാക്കിനെ ഉദ്ധരിച്ചുകൊണ്ട് അബ്ദുൽ കരീം സൈദാനി വിശദീകരിക്കുന്നുണ്ട്. അഥവാ ഒരു സമൂഹത്തോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ചിന്തക്കും നമ്മുടെ കാഴ്ചപ്പാടുകൾക്കും അനുസരിച്ചല്ല നമ്മൾ സംസാരിക്കേണ്ടത്. അതിനപ്പുറം എങ്ങനെയാണോ ഒരു വിഷയത്തിൽ അള്ളാഹു തൻ്റെ ദൂതനെ ബോധ്യപ്പെടുത്തുന്നത്, ആ പ്രവാചകനിലൂടെ എങ്ങനെയാണോ വഹീനെ കേൾപ്പിക്കുന്നത്, ഇതുപോലെ ഈ വഹീനെ സമയാസമയം ഉപയോഗിക്കേണ്ട ഇടങ്ങളിൽ സമയബന്ധിതമായി, വിഷയാധിഷ്ഠിതമായി വഹീനെ കേൾപ്പിച്ചുകൊണ്ട് ലോകത്തോട് സംസാരിക്കുകയാണ് വേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ വഹീനെ കേൾപ്പിച്ച് എന്തുകൊണ്ടാണ് സംസാരിക്കേണ്ടത്? ഒന്ന്, അവിടെ സംഘട്ടനങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ അവിടെ മറ്റൊരു ചർച്ചകൾക്ക് വഴിയൊരുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നമ്മുടെ ചിന്തക്കനുസരിച്ച് സംസാരിക്കുമ്പോൾ അവിടെ തർക്കങ്ങളും വിതർക്കങ്ങളും രൂപപ്പെടും. എന്നാൽ വഹീനെ ഓതി കേൾപ്പിച്ചു കൊടുക്കുമ്പോൾ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി ഒരിക്കലും ഈ വ്യക്തിയുടെ സ്വന്തഷ്ടപ്രകാരമാണ് അല്ലെങ്കിൽ അയാൾ ഊഹിച്ചെടുക്കുന്ന ഒന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്ന് ഒരു പ്രബോധി തന്നെ മുമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും തോന്നൂല. വഹ്യ് കേൾപ്പിക്കുമ്പോൾ, വഹ്യിനെ ഓതി കേൾപ്പിക്കുമ്പോൾ ആ വ്യക്തിയിൽ ഉണ്ടായിത്തീരുന്ന ഒരു ചിന്തയും ബോധവും എന്താണെന്ന് വെച്ചാല്, എൻ്റെ ആത്മാവിനോട്, ഞാനെന്ന ആത്മാവിനോട് എൻ്റെ നാഥൻ സംവദിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേക ബോധത്തിലേക്ക് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി മാറും. അപ്പോ ഒരു വ്യക്തിയാണ് ഓതി കേൾപ്പിച്ചു കൊടുക്കുന്നതെങ്കിലും ഒരിക്കലും തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ശ്രോതാവ് ഈ വ്യക്തിയിൽ നിന്നുള്ളതാണ് എന്ന ഒരു അവസ്ഥയിലേക്ക് അയാൾ ഒരിക്കലും വരില്ല. മറിച്ച് ഒരു അദൃശ്യ ശക്തിയിൽ നിന്നും എനിക്കായി കേൾപ്പിക്കുന്ന, എന്നോടായി സംസാരിക്കുന്ന ഒരു മഹാജീവിത ആശയമാണിതെന്ന് ആ സമയം അള്ളാഹു അയാളെ ബോധത്തിൽ ഇട്ടുകൊടുക്കുകയും ആ രൂപത്തിൽ തന്നെ ആ വിഷയത്തെ അയാൾ കൈകാര്യം ചെയ്യുകയും ചെയ്യും. പലപ്പോഴും നമ്മൾ പലതും പറയും, പല കോട്ടിങ്സും നമ്മൾ നടത്തും, പക്ഷെ ഖുർആൻ മാത്രം നടത്തൂല. ഇതാണ് ഇന്ന് നമ്മളെ പരിസരത്തുള്ള ചില പ്രശ്നങ്ങൾ. അള്ളാന്റെ വഹീനെ പഠിക്കാൻ നമ്മൾക്ക് തയ്യാറല്ല. ആ വഹയിൽ നിന്ന് നമ്മുടെ ജീവിത പാഠം ഉൾക്കൊള്ളാൻ തയ്യാറല്ല. ചോദിച്ചു വരുന്നവന്, ഏതൊരു വിഷയം ചോദിച്ചു വരുന്നവന് അള്ളാഹുവിന്റെ വഹി ഓതി കേൾപ്പിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. എന്നാ അള്ളാഹു ഇവിടെ പറയുന്നത്, വത്ലുമാ ഊഹിയ ഇലൈക മിൻ കിതാബി റബ്ബിക ലാ മുബദ്ദില ലി കലിമാതിഹി. അള്ളാഹുവിന്റെ കലിമത്തിനെ ആർക്കും മാറ്റാൻ പറ്റൂല. ലാ യുബദ്ദിലു വലാ യുഗയ്യിറു. അതിനെ മാറ്റുകയോ അതിനെ പകരം വെക്കുകയോ ചെയ്യാത്ത അതിബലിഷ്ഠമായ ഒന്നാണിതെന്നാണ്. ആർക്കും അതിൽ ഒരു നിലക്കും ഉള്ള മാറ്റവും വരുത്താൻ പറ്റൂല.
അപ്പൊ അതുകൊണ്ട് മക്കാ ഖുറൈശികൾ റസൂലുള്ളാഹിയോട് പറഞ്ഞിരുന്നു ഇതിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട്. അല്ലെ, നമ്മൾ നേരത്തെ ഊതിയല് വൈദാ തുത്ല അലൈഹിം ആയാതുനാ ബയ്യിനാത്തിൻ, നമ്മുടെ പ്രകടമായ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് മുമ്പിൽ അങ്ങ് ഓതിക്കേൾപ്പിച്ചു കൊടുത്താൽ ഖാലല്ലദീന ലാ യർജൂന ലിഖാഅനാ, നമ്മെ കണ്ടുമുട്ടുമെന്ന് ബോധ്യമില്ലാത്ത ആളുകൾ പറയും ഇഅ്തി ബിഖുർആനിൻ ഗൈരി ഹാദാ, ഇതല്ലാത്ത മറ്റൊരു ഖുർആൻ ഇത് കൊണ്ടുവാ, അതാ അന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇത് കൊണ്ടുവാ എന്ന് പറയും. കാരണം ഇതല്ലാത്തൊരു ഖുർആൻ കൊണ്ടുവാ, കാരണം ഇത് ബലിഷ്ഠമായ നിയമമാണ്. അവരുടെ എല്ലാ ചിന്തകളെയും അവരുടെ എല്ലാ നിർമ്മിതികളെയും അവരുടെ എല്ലാ തെറ്റായ വിശ്വാസങ്ങളെയും ഉടച്ചു കളയുന്ന, ഒരു കോംപ്രമൈസും ഇല്ലാത്ത, എന്നാൽ അവരുടെ തന്നെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സത്യത്തെയും ധർമ്മത്തെയുമാണ് ഇത് അവതരിപ്പിക്കുന്നത്. അത് അവർക്ക് തന്നെ ബോധ്യപ്പെടും. പിന്നെ എന്തിനാണ് അവർ ഇതെല്ലാത്തൊന്ന് കൊണ്ടുപോകാന്ന് പറയുന്നത്? അവരുടെ ഇച്ഛകൾക്കനുസരിച്ച് ജീവിക്കാൻ വേണ്ടി മാത്രമാണ്. അവരുടെ തോന്നലുകൾക്കനുസരിച്ച് അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ധർമ്മമോ അധർമ്മമോ എന്നില്ലാതെ, നീതിയോ അനീതിയോ എന്നില്ലാതെ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ. അപ്പൊ അതിന് ദൈവീകമായ ഈ നിയമസംഹിത മുമ്പിൽ വെച്ചാൽ പറ്റൂല. ലോകത്തിന്റെ പ്രശ്നം അതാണ്. മുഹമ്മദ് റസൂലുള്ള ആർക്ക് മുമ്പിൽ അത് ഓതിക്കേൾപ്പിച്ചു കൊടുക്കുന്നത്? ഈ വിഷയവും പറയുന്നത് ആർക്കാണ്? തന്റെ കുടുംബത്തിൽപ്പെട്ട, താൻ അടുത്തു നിന്നിരുന്ന, ആ സമയത്തും തന്റെ ഏറെ അടുത്ത ആളുകൾക്ക് മുമ്പിലാണ് ഇത് ഈ ഒരു വഹീനെ കേൾപ്പിക്കുന്നത്. അത് അവരിൽ എങ്ങനെയാണ് പ്രകമ്പനം കൊള്ളിപ്പിക്കുന്നത്? അതെങ്ങനെയാണ് അവരിൽ മഹാ വിപ്ലവം സൃഷ്ടിക്കുന്നത് എങ്ങനെയാണ്? കാരണം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മയുടെ, അതുപോലെ തന്നെ ഉദ്ദേശ്യശുദ്ധിയില്ലാത്ത ചിന്തകളുടെ, അതുപോലെ തന്നെ ചതിയുടെ, വഞ്ചനയുടെ, അക്രമത്തിന്റെ, അങ്ങനെ തുടങ്ങി എല്ലാ അനാശ്വാസ പ്രവണതകളുടെയും കൂമ്പാരങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ വഹീനെ എങ്ങനെ വെക്കുകയാണ്. അതിനെല്ലാം തന്നെ വിഭാടനം ചെയ്യാൻ അതിശക്തമായ, അതിനെ ഉന്മൂലനം ചെയ്യാൻ പ്രാപ്തമായ, അതിഗാംഭീര്യമുള്ള, അതിഗഹനമായ ഒരു മഹാ ആശയത്തെ വെക്കുകയാണ്. അവർക്കത് സഹിക്കാൻ പറ്റൂല. കാരണം അത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തിട്ടാണ് അവരുടെ ബിസിനസ് സാമ്രാജ്യങ്ങൾ നിലനിൽക്കുന്നത്. അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. അവരാരായിരുന്നു? മദ്യപാനികൾ, മദ്യക്കച്ചവടക്കാർ, വ്യഭിചാരശാല നടത്തിപ്പുകാർ, അതുപോലെ തന്നെ അടിമ ചന്ത നടത്തുന്നവര്, മനുഷ്യനെ വിൽപ്പനച്ചരക്കാക്കിയ സമൂഹം, സ്ത്രീയോട് മാന്യതയില്ലാതെ, സ്ത്രീയോട് ഒരു നിലക്കും ഒരു ബഹുമാനവുമില്ലാത്ത, ആദരവില്ലാത്ത ഒരു സമൂഹം, മനുഷ്യരെ പച്ചക്ക് അടിച്ചു കൊല്ലുന്ന, അതുപോലെ തന്നെ വർഗബോധങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്ന് നിരന്തരം കലാപങ്ങളും കലഹങ്ങളും സൃഷ്ടിക്കുന്ന, അതിനുവേണ്ടി അധികാരികൾ എല്ലാ സമയത്തും കൂപ്പുകൂട്ടി സമൂഹത്തിൽ വർഗബോധം സൃഷ്ടിച്ച് അവർക്കിടയിൽ ചിത്രത സൃഷ്ടിക്കുന്ന ഒരു മഹാ അപകടകരമായ ഒരു 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 അന്തരീക്ഷം നിലനിൽക്കുന്ന ഇടങ്ങളിലാണ് ഇതിനെ മുഴുവനും ഇല്ലായ്മ ചെയ്ത് ഒരു കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ, ധർമ്മത്തിന്റെ, നീതിയുടെ മഹാധാര തുറക്കുന്നത് മുഹമ്മദ്. അത് സ്വന്തം ഇഷ്ടമനുസരിച്ചല്ല, വഹയിനെ വെച്ചുകൊണ്ടാണ്, ദൈവീകമായ നിയമം വെച്ചുകൊണ്ടാണ് എന്നുള്ളതാണ്. ഇതാണ് അവരെന്നും പ്രകോപിപ്പിച്ചിട്ടുള്ളത്. പുതിയ ലോകത്തെ അബൂലഹബുമാരും ഉത്തുബത്തുമാരും ഷൈബത്തുമാരും, കുറച്ചുകൂടി അങ്ങോട്ട് പോയാൽ ഫറോവമാരും കാറൂനുമാരും നമ്രൂദുമാരും ഹാമാന്മാരും എല്ലാം തന്നെ ഇന്നും ഭയപ്പെടുന്നത് ഈ വഹയിന്റെ മഹാ അതിബൃഹത്തായ, അതിഗഹനമായ ഈ മഹാസന്ദേശത്തെയാണ്. അതുകൊണ്ടാണ് ഇത് ഓതി കേൾപ്പിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് വല്ലാത്ത അസ്വസ്ഥത രൂപപ്പെടുന്നത്. വത്തുലു അലൈഹിം, നമ്മുടെ മഹാദൃഷ്ടാന്തങ്ങളെ നീ അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുക. വൈദാ തുത്ല അലൈഹിം ആയാതുനാ ബയ്യിനാത്തിൻ ഖാലല്ലദീന ലാ യർജൂന ലിഖാഅന, നമ്മെ കണ്ടുമുട്ടുന്നത് ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ അതിൽ വിശ്വാസമില്ലാത്തൊരു സമൂഹം, അവർ പറയും ഇഅ്തി ബിഖുർആനിൻ ഗൈരി ഹാദാ, ഇതല്ലാത്ത മറ്റൊരു ഖുർആൻ ഇത് കൊണ്ടുവാ, ഔ ബദ്ദിൽഹു, അല്ലെങ്കിൽ ഇതിൽ നീ മാറ്റം വരുത്ത്, ഇതില് ഞങ്ങൾക്കനുസരിച്ച്, ഞങ്ങളുടെ ജീവിത ക്രമങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റം വരുത്ത്. അതാ നേരത്തെ പിന്നെ അത് കഴിഞ്ഞിട്ട് ലാ മുബദ്ദില ലി കലിമാതിഹി, അള്ളാന്റെ കെലിമത്തിന് ആർക്കും അതിൽ മാറ്റം വരുത്താൻ പറ്റൂല. നോക്കിക്കാണ് നിങ്ങൾ, ഇവിടെയും അള്ളാഹു ഔ ബദ്ദിൽഹു, മാറ്റം വരുത്ത് അതിൽ. ഖുൽ മാ യകൂനു ലീ അൻ ഉബദ്ദിലഹു, എനിക്കൊരിക്കലും ഇതിലൊരു മാറ്റവും എനിക്ക് വരുത്താൻ പറ്റൂല.
എന്തുകൊണ്ടാണ്? മിൻ തിൽഖാഇ നഫ്സി, എനിക്ക് സ്വന്തമായി എന്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്കിതിൽ മാറ്റം വരുത്താൻ പറ്റൂല. നിങ്ങൾ ഇന്ന് ചിന്തിച്ചു നോക്കാൻ, നിങ്ങൾ നമ്മളെ നാട്ടിലും ഇതിൽ ചിലതെല്ലാം മാറ്റണം എന്നാണെന്നും പറഞ്ഞു. ഇതിൽ ചില അപകടങ്ങൾ ഉണ്ട് എന്നാ. അപ്പോ കേസ് കൊടുക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്ന സുപ്രീം കോടതിയിൽ വരെ കേസ് കൊടുത്തിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ഒരു ചങ്ങായി കേസ് കൊടുത്തിരുന്നു കുറച്ചു മുമ്പ്. പിന്നെ ഔ ബദ്ദിൽഹു, ഇതിൽ നീ മാറ്റം വരുത്ത്. ഖുൽ മാ യകൂനു ലീ അൻ ഉബദ്ദിലഹു മിൻ തിൽഖാഇ നഫ്സി, എനിക്ക് സ്വന്തമായി ഇതിൽ മാറ്റം വരുത്താൻ പറ്റൂല. ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ, ഞാൻ നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്, ഞാൻ പിൻപറ്റുന്നത്, എനിക്ക് ബോധനം നൽകിയ ഒന്നിനെ മാത്രമാണ് ഞാൻ പിൻപറ്റുന്നത്. ഇന്നി അഖാഫു ഇൻ അസൈതു അദാബ യൗമിൻ അളീം, അങ്ങനെങ്ങാനും ഞാൻ ഇതിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ, ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പാകപ്പിഴവ്, ഒരു ഇത്തരത്തിലുള്ള തെറ്റായ ഇടപെടൽ എന്റെ ഭാഗത്തു നിന്ന് വന്നു കഴിഞ്ഞാൽ, ഞാൻ ഒരു മഹാദിവസത്തിന്റെ ശിക്ഷയെ ഞാൻ ഭയപ്പെടുകയാണ്. ഒന്നും കൂടി അള്ളാന്റെ റസൂലിനോട് അള്ളാഹു പറയാൻ ആവശ്യപ്പെടുന്നുണ്ട്. കുൽ നബിയെ അങ്ങ് പറയണം, ലൗഷാ അള്ളാഹു, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മാ തലൗതുഹു അലൈക്കും, ഇങ്ങനെ ഒന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഓതി കേൾപ്പിക്കൂലല്ലോ. എന്തുകൊണ്ട്? വലാ വലാ അദറാക്കും ബിഹി, ഇങ്ങനത്തെ ഒന്നിനെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയുക പോലുമില്ലായിരുന്നു. എന്തുകൊണ്ട്? ഫഖദ് ലബിസ്തു ഫീക്കും ഉമറൻ മിൻ ഖബലിഹി അഫലാ തഅഖിലൂൻ, ഞാൻ എത്ര കാലം നിങ്ങൾക്കിടയിൽ ജീവിച്ചിട്ടുണ്ട്, നിങ്ങൾ ചിന്തിക്കണില്ലേ? എന്താണ് ഉമറൻ മിൻ ഖബലിഹി എന്ന് പറഞ്ഞാല്? ഞാൻ നിരക്ഷരനായിരുന്നില്ല, അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയില്ലേ? എനിക്ക് ഇങ്ങനെ ഓതി കേൾപ്പിച്ചു തരാൻ പറ്റുമോ? ഇത്രയും ബലിഷ്ഠമായ അതിബൃഹത്തായ ഒരു മഹാജീവിത സന്ദേശത്തെ നിങ്ങൾക്ക് മുമ്പിൽ എനിക്ക് വെക്കാൻ പറ്റുമോ? ഞാൻ നിരക്ഷരനായി നിങ്ങൾക്കിടയിൽ ജീവിച്ച ഒരു സാധാ മനുഷ്യനായിരുന്നില്ലേ നിങ്ങൾക്കിടയിൽ? എനിക്ക് എങ്ങനെയാണ് ഇങ്ങനെയെല്ലാം പറയാൻ പറ്റുക? നിങ്ങൾ അങ്ങനെ ചിന്തിക്കണില്ലേ എന്നാ ചോദിക്കുന്നത്. ആഹു അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ് ചിന്തിക്കുന്ന മനുഷ്യന്. അവന് അല്പമെങ്കിലും ബോധമുണ്ടെങ്കിൽ, അല്പമെങ്കിലും ചിന്തയുണ്ടെങ്കിൽ, പടച്ച തമ്പുരാനെ ഭയപ്പെട്ട് അവന്റെ ജീവിതത്തെ ക്രമീകരിക്കാൻ ഇതിൽ അള്ളാഹു മനുഷ്യനോട് കരുണ കാണിക്കുന്ന റസൂലുള്ളാന്റെ ജീവിതാവസ്ഥയെ ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട്, ഫഖദ് ലബിസ്തു ഫീകും ഉംറൻ മിൻ ഖബലിഹി അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കണില്ലേ? നിങ്ങൾക്കിടയിൽ എത്ര വർഷം ഞാൻ ജീവിച്ചിട്ടുണ്ട്? എനിക്കിതിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ? ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ വിഷയങ്ങളെ കുറിച്ചൊന്നും എനിക്ക് അറിയില്ലല്ലോ. നിങ്ങൾ ചിന്തിക്കണില്ലേ? നോക്കി, നിങ്ങൾ ഈ ആയത്തും ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ വിഷയം ഒന്ന് ചേർത്ത് വെച്ച് നോക്കൂ. പരിശുദ്ധ റസൂല് അവരാവശ്യപ്പെട്ടതിനെ വഹീന്റെ വെളിച്ചത്തിൽ പിന്നീട് കേൾപ്പിക്കുകയാണ്. എന്നിട്ട് പോലും വിശ്വസിച്ചോ? എന്നിട്ടും വിശ്വസിച്ചില്ല. ആ റസൂലുള്ളാനെ, വീണ്ടും ആ മഹാപ്രവാചകനെ ചോദിച്ചത് കേൾപ്പിച്ചു കൊടുത്തതിന് ശേഷം പോലും ആ പ്രവാചകനോട് ധിക്കാരപൂർവമുള്ള സമീപനം ആ സമൂഹം സ്വീകരിച്ചു. ആ പ്രവാചകനെ നിഷ്കാസനം ചെയ്യാനുള്ള എല്ലാ നടപടികൾക്കും അവർ മുതിർന്നു. ആ പ്രവാചകനെ ഒറ്റപ്പെടുത്തുവാനും കരാറുകൾ ലംഘിച്ച് ആ പ്രവാചകനെതിരെ സായുധ സമരം നടത്താനും അവർ തുനിഞ്ഞു. അങ്ങനെ പ്രതിസന്ധികളുടെ മഹാകയത്തിൽ പെട്ട് ആ പ്രവാചകൻ ആ സമൂഹത്തോട് പൊരുതി നിൽക്കുകയും അള്ളാഹുവിന്റെ അപാരമായ നസ്റ് കൊണ്ട് അവർക്ക് മുകളിൽ അള്ളാഹു ആ പ്രവാചകന് ആധിപത്യം നൽകുകയും ചെയ്തു. നമുക്കിതിൽ കുറെ പാടുണ്ട്. ഇതിൽ നമ്മളെ കയ്യിലുള്ളതും അള്ളാന്റെ റസൂലുള്ളാന്റെ ചിന്തക്കനുസരിച്ച് പറഞ്ഞു തന്ന സാധനമല്ലതൊന്നും. നമ്മളോട് പറയാണെന്ന് നീ ഓതി കേൾപ്പിച്ചു കൊടുക്ക്. നീ പറയ്, എല്ലാ ദുഷിച്ച ചിന്തകളെയും അതിജയിക്കുന്ന, എല്ലാ അധർമ്മത്തെയും കവച്ചു വെക്കുന്ന, എല്ലാ ധിക്കാരികൾക്കും മുകളിലും ധർമ്മത്തിന്റെയും നീതിയുടെയും സത്യത്തിന്റെയും സിംഹാസനം പണിയാൻ അതിശക്തമായ മഹാസന്ദേശമാണ് അള്ളാഹു നമുക്ക് നൽകിയത്. മുഹമ്മദ് റസൂലുള്ളാഹിയിലൂടെ അന്ത്യനാൾ വരേക്കുമുള്ള മനുഷ്യ കുടുംബത്തിന് നൽകിയിട്ടുള്ളത്. അതിനാൽ ഇത് ഓതി കേൾപ്പിച്ചു കൊടുക്കണം, നിരന്തരം പറയണം. നമ്മുടെ ചിന്തക്കനുസരിച്ചല്ല സംസാരിക്കേണ്ടത്. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാല് പ്രശ്നങ്ങൾ ഉണ്ടാകും, വാക്കുതർക്കങ്ങള്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാഗ്വാദങ്ങള് എല്ലാം നടക്കും. അള്ളാന്റെ വഹയ്യ് കേൾപ്പിച്ചു കഴിഞ്ഞാല് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി ഇത് ഈ വ്യക്തിയല്ല സംസാരിക്കുന്നത് എന്ന ഒരു തിരിച്ചറിവ് അള്ളാഹു ആ സമയത്ത് ഇട്ട് കൊടുക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ മുമ്പ്, അഥവാ ശരീരത്തിനുള്ള ഭക്ഷണം മണ്ണിൽ നിന്നും നാം ആത്മാവിനുള്ള റൂഹിനുള്ള ഭക്ഷണം അത് മുകളിൽ നിന്നുമാണ് എന്ന്.
വഹ്യ് എന്നുള്ളത് ആത്മാവിന്റെ ഭക്ഷണമാണ്. വഹ്യ് കേൾക്കുമ്പോൾ ആത്മാവ് ഉണരും. വഇദ അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ളുഹൂരിഹിം ദുർരിയ്യതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബികും ഖാലൂ ബലാ ഷഹിദ്നാ. ആദം നബിയുടെ മുതുകിൽ നിന്നും അന്ത്യനാൾ വരേക്കുമുള്ള എല്ലാ മനുഷ്യരെയും പുറത്തു കൊണ്ടുവരികയും അള്ളാഹു അവരിൽ നിന്ന് കരാറ് വാങ്ങിയിട്ടുണ്ട്. അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ നാഥനല്ലയോ പരിപാലകനല്ലയോ എന്ന ചോദ്യവും ആ ചോദ്യത്തിനുള്ള ഉത്തരമായി ബല എന്നുള്ള നമ്മുടെ എല്ലാം തന്നെ കരാറിനെയും അള്ളാഹു വാങ്ങിയിട്ടുണ്ട്. പിന്നെ അമ്പിയാക്കന്മാര് വരുന്നത് ഈ കരാറിനെ ഉണർത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ ആത്മാവും നടത്തിയ അള്ളാഹുവിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അള്ളാഹുവിന് ഉത്തരം നൽകിക്കൊണ്ട് സാക്ഷിയായി ഭൂമിയിൽ വന്ന ഓരോ ആത്മാവിനും അവർ നടത്തിയ ആ പ്രതിജ്ഞയെ പുതുക്കി കൊടുക്കുവാൻ വേണ്ടിയാണ് അമ്പിയാക്കന്മാർ വരുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുന്നത്. അത് കേൾപ്പിക്കുന്നത് വഹയിൽ തന്നെയാണ്. അതുകൊണ്ടാണ് വഖുലു അലൈഹിം, നീ ഓതി കേൾപ്പിച്ചു കൊടുക്കുക എന്ന് അള്ളാഹു പറയും. അതിനാല് നമ്മളും നന്നായി ഖുർആൻ പഠിക്കേണ്ടതുണ്ട്. നമ്മൾ എന്തിനൊക്കെയാണ് നമ്മൾ കാശ് ഉപയോഗിക്കുന്നത്, എന്തിനെല്ലാം നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട്. എന്നാൽ ആരെങ്കിലും പടച്ച തമ്പുരാന്റെ കലാമ് നന്നായി പഠിക്കാനേ, അത് ഒന്നിരുന്ന് പിന്നെ ഉള്ളറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ അതിനെ പ്രയോഗവൽക്കരിക്കാൻ നമ്മളിൽ എത്ര പേര് പൈസ കൊടുക്കുന്നവരുണ്ട്. എന്തെല്ലാം വൈജ്ഞാനിക വിജ്ഞാന ശാഖകൾ പഠിച്ചെടുക്കാൻ നമ്മള് എത്ര സമയം ചെലവഴിക്കുന്നുണ്ട്, എത്ര സമ്പത്ത് ചെലവഴിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെയും ഒരു സമൂഹം എന്നുള്ള നിലക്കും വ്യക്തി എന്നുള്ള നിലക്കും നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ നേരെ ചൊവ്വ പഠിച്ചറിയാനുള്ള ശ്രമത്തിന്റെ ഭാഗമെന്നോണം ഇതിന് വേണ്ടി സമയവും സമ്പത്തും ചെലവഴിക്കുന്ന എത്ര ആളുകൾ നമുക്കിടയിലുണ്ട്. നമ്മള് ഒന്ന് ആലോചിച്ച് ഒന്ന് ചിന്തിച്ച് ഇതെല്ലാം കേൾക്കുന്നതിനപ്പുറം അതിനെ നമ്മുടെ ഉള്ളുകൊണ്ട് വായിച്ച് നമ്മുടെ ജീവിതത്തിൽ ഇതിന്റെ എല്ലാം തന്നെ ആവശ്യകത അത് വലുതാണ് എന്ന തിരിച്ചറിവില് നമ്മൾ വിശുദ്ധ ഖുർആനുമായിട്ട് ഇടപെടുകയും നമ്മുടെ പരിസരങ്ങളിൽ ഓരോ പ്രശ്നങ്ങളും ഉടലെടുക്കുമ്പോഴേ അതിനെ എങ്ങനെയാണ് വഹ്യ് കൊണ്ട് കൈകാര്യം ചെയ്യേണ്ടത്, വഹ്യിനെ എങ്ങനെയാണ് അതിന് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന ശക്തമായ ചിന്തയും ആലോചനകളും ശ്രമങ്ങളും നടത്തി നമ്മൾ നമ്മുടെ പരിസരങ്ങളെ ശാന്തവും അതുപോലെ തന്നെ ധർമ്മബോധവും ഉള്ളതാക്കി മാറ്റാനുള്ള അതിശക്തമായ ഇടപെടൽ നമ്മൾ നടത്തേണ്ടതുണ്ട്. ലാ മുബദ്ദില ലികലിമാതിഹി വലൻ തജിദ മിൻ ദൂനിഹി മുൽതഹദ. എന്താ മുൽതഹദ എന്ന് പറഞ്ഞാൽ മൽജഅൻ തദ്ഹബു ഇലൈഹി, അഭയകേന്ദ്രം. അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരു അഭയകേന്ദ്രത്തെയും നിനക്ക് കണ്ടെത്താൻ കഴിയില്ല. മനുഷ്യൻ അങ്ങനെയാണ്. അവസാനം എല്ലാം നഷ്ടപ്പെടുന്ന സമയത്താണ് അള്ളാഹുവിലേക്ക് അഭയം പ്രാപിക്കുക. ഒരു സത്യവിശ്വാസി എല്ലാ സമയത്തും അള്ളാഹുവിനെ അഭയകേന്ദ്രമായി കാണേണ്ടവനാണ്. അപ്പോ അള്ളാഹുവിൽ അത് അസ്ഹാബുൽ കഹ്ഫിന്റെ ആളുകളിലേക്ക് നോക്കി നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് പടച്ച തമ്പുരാനെ അഭയകേന്ദ്രമായി അവർ കണ്ടത് എന്ന്. ഒരു ഭയവുമില്ലല്ലോ ജീവിതത്തിൽ, ഒരു പേടിയില്ലല്ലോ. സത്യവിശ്വാസികളെ അങ്ങനൊന്നും തന്നെ പടച്ച തമ്പുരാനിൽ രൂഢമൂലമായ വിശ്വാസം വെച്ചു പുലർത്തുന്ന ഒരു സമൂഹത്തെ അങ്ങനൊന്നും പേടിപ്പിക്കാൻ പറ്റൂല. കാരണം അവരുടെ അവസാന നിമിഷം വരെ അള്ളാഹുവിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ വലിയായി സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിനെ അഭയകേന്ദ്രമായി കണ്ടുകൊണ്ട് അവരവരുടെ ജീവിതത്തെ മുന്നോട്ട് ചലിപ്പിക്കുക തന്നെ ചെയ്യും. ശക്തമായ ദിക്റും ശുക്റും ഉള്ള ഒരു സമൂഹത്തെ അതിനു വേണ്ടി ഒന്ന് സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തിയാൽ മതി. ദിക്റുള്ള സമൂഹമായിട്ട് മാറാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനെ സ്മരിക്കുന്ന, അള്ളാഹുവിനെ ഓർക്കുന്ന, അസ്ഹാബുൽ കഹ്ഫിനെ പോലെ നിരന്തരം അള്ളാഹുവിനെ ഓർക്കുന്ന മനസ്സുള്ള ഒരു സമൂഹം ഉണ്ടായി മാറിയാൽ മതി. ആ സമൂഹത്തൊന്നും പെട്ടെന്നൊന്നും അങ്ങനൊന്നും ചെയ്യാനൊന്നും പറ്റൂല. ചിലപ്പോൾ അവൻ രാമനായിരിക്കാം, ജോർജ് ആയിരിക്കാം, മുഹമ്മദ് ആയിരിക്കാം, ആരുമായിരിക്കാം. അങ്ങനൊന്നും അവനെ ഭയപ്പെടുത്താനും അവനെ ഉന്മൂലനം ചെയ്യാനും നിഷ്കാസനം ചെയ്യാനൊന്നും സാധിക്കൂല. ദിക്ർ ഉണ്ടായാൽ മതി. അതുകൊണ്ടാണ് ഇർഷാദിന് വേണ്ടി അള്ളാഹുവിലേക്ക് തിരിഞ്ഞാൽ മതി. അസ്ഹാബുൽ കഹ്ഫിന്റെ ആളുകൾ പ്രാർത്ഥിച്ചില്ലേ? എന്താണ്? റബ്ബന ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റശദാ. റുഷ്ദിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ആ റുഷ്ദിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് എപ്പോഴും അള്ളാന്റെ ദിക്ർ ഉണ്ടാവും.
അതുകൊണ്ടാണ് മൂസാ നബിയോട് പറയുന്ന വർത്തമാനമുണ്ട്, ഒരു ക്രൂരനായ ധിക്കാരിയായ ഭരണാധികാരിയുടെ അടുക്കിലേക്ക് പോകുമ്പോൾ കൈകാലുകൾ വിറച്ച പ്രവാചകനോട്, തന്നെ ആക്രമിക്കുമോ എന്ന് ഭയപ്പെട്ട പ്രവാചകനോട്, തന്റെ മനസ്സ് ഇടുങ്ങിപ്പോകുന്ന, എന്റെ മനസ്സ് ഇടുങ്ങിപ്പോകുന്ന നാഥ, എന്റെ നാവുകൾ പൊന്തുന്നില്ല തമ്പുരാനെ എന്ന് പരാതി പറഞ്ഞ പ്രവാചകനോട്, ഭയപ്പെട്ട് പരാതി പറഞ്ഞ പ്രവാചകനോട്, എനിക്ക് സ്ഫുടമായി സംസാരിക്കാൻ സാധ്യമല്ല, എന്റെ സഹോദരനെ കൂടി എന്നോടൊപ്പം അയക്കണമെന്ന് പ്രവാചകന്മാരിൽ പടച്ച തമ്പുരാനോട് ചോദിച്ച ഒരേ ഒരു പ്രവാചകൻ. ആ പ്രവാചകനോട് അള്ളാഹു പറയുന്ന വർത്താനുണ്ട്, ലാ തനിയാ ഫീ ദിക്രി, എന്നെ ദിക്ർ ചെയ്യുന്നതിൽ, എന്നെ സ്മരിക്കുന്നതിൽ നിങ്ങൾ വീഴ്ച വരുത്തരുത്. നമ്മുടെ മനസ്സും ചിന്തയും ഏതെങ്കിലും വസ്തുവിന്റെ മുമ്പിൽ പണയം വെച്ചുകൊണ്ട് അതിലേക്ക് തവക്കുൽ ചെയ്യേണ്ടവരല്ല. മറിച്ച് പ്രപഞ്ചനാഥനായ സർവശക്തനായ അള്ളാഹുവിനെ ഗാഠമായി പ്രണയിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ഹൃദയം കൊണ്ടും ചിന്ത കൊണ്ടും തിരിഞ്ഞ് അള്ളാഹുവിൽ പൂർണ്ണ തവക്കുൽ ചെയ്യുന്ന ഒരു സമൂഹത്തെ അള്ളാഹു ഒരിക്കലും കൈവടിയുകയില്ല. അതിന് അള്ളാഹിനെ കുറിച്ചുള്ള ദിക്ർ നന്നായി നിലനിർത്താനുള്ള ശ്രമം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ നടത്തേണ്ടതുണ്ട്. പടച്ച തമ്പുരാനിലുള്ള അഗാധമായ വിശ്വാസത്തെ അസ്ഹാബുൽ കഹ്ഫി എങ്ങനെയാണോ അവരുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളെയും അവരുടെ സൃഷ്ടിനാഥനായ പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ കൈകളിൽ ഏൽപ്പിച്ചത്, അതുപോലെ ഏൽപ്പിക്കാനുള്ള ഒരു ദൃഢ ഈമാന്, അതിരൂഢമൂലമായ ഈമാന് ഈ സമൂഹത്തെ നമ്മൾ പഠിപ്പിക്കണം. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, ദജ്ജാലിന്റെ മുമ്പിൽ നിങ്ങൾ സൂറത്തുൽ കഹ്ഫിന്റെ ആമുഖം നിങ്ങൾ ഓതിക്കൊള്ളട്ടെ എന്ന്. നമ്മളിത് ആമുഖത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആരെങ്കിലും ദജ്ജാലിനെ കണ്ടുമുട്ടിയാൽ അലൈഹി ഫവാത്തിഹ സൂറത്തുൽ കഹ്ഫി, സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യ ഭാഗം ആമുഖം അവർക്ക് മുമ്പിൽ ഓതട്ടെ എന്ന്. എന്താണ് ആമുഖം? ഇതാണ് ഈ രൂഢമൂലമായ വിശ്വാസം പുലർത്തിയ, അള്ളാഹുവിന്റെ ദിക്റിലും ശുക്റിലും ജീവിച്ച് തളരാതെ കാലിടറാതെ നിന്ന ഒരു മഹാസമൂഹത്തിന്റെ ജീവിത കാൽപ്പാടുകളെ നിങ്ങൾ പിന്തുടർന്നാൽ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ അള്ളാഹു ആധിപത്യം നൽകുമെന്നുള്ള മഹാപാഠമാണ് ആ സമയത്ത് അള്ളാഹു നൽകുക. അതുകൊണ്ട് ഈ വിശ്വാസ സമൂഹത്തെ അങ്ങനൊന്നും അങ്ങണ്ട് ഭയപ്പെടുത്താനും അങ്ങനെ ഒന്നും നാട് കടത്താനും അങ്ങനെ ഒന്നും ഇല്ലായ്മ ചെയ്യാനൊന്നും കഴിയില്ല. ഇനിയിപ്പോ അറബി പേരിട്ട് മുസ്ലിം എന്ന വാക്കിന്റെ അർത്ഥം അറിയാതെ ജീവിക്കുന്നവരാണെങ്കിലും അവരുടെ എല്ലാം തന്നെ ഉള്ളില് ഞങ്ങൾ മരിച്ചു പോയി കഴിഞ്ഞാൽ സ്വർഗം ലഭിക്കുമെന്ന ചെറിയൊരു വെട്ടം അവരുടെ മനസ്സിലുണ്ട്. അൽഹംദുലില്ലാ. അള്ളാഹു ഈ ഉമ്മത്തിനെ അനുഗ്രഹിക്കും. പണ്ഡിതന്മാരും ഉമറാക്കളും നല്ലൊരു സമൂഹത്തിന് വേണ്ടി, നല്ലൊരു രാഷ്ട്രത്തിന് വേണ്ടി, ശാന്തിയും സമാധാനവും നിലകൊള്ളുന്ന എല്ലാവരും അവരുടെ നാഥന് കീഴ്പ്പെടുന്നവർക്ക് കീഴ്പ്പെടാം, അല്ലാത്തവർക്ക് അവരുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാം, ഇതിലും വേറെ വിഷയം. പക്ഷേ എപ്പോഴും അശാന്തി സൃഷ്ടിക്കുന്ന ഒരു സമൂഹമാകരുത്. അശാന്തിയില്ലാത്ത, പകയില്ലാത്ത, വൈര്യമില്ലാത്ത, പരസ്പരം ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ നമ്മൾ നേരിട്ടിറങ്ങി സൃഷ്ടിക്കേണ്ടതുണ്ട്. അതിന് നമ്മുടെ ഭാഗത്തിൽ നിന്നുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. അത് നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ ചെറിയ ചർച്ചാ വിഷയം അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.